ഗായ്സ്, ഇപ്പോ എന്താ ചെയ്യാനുള്ള നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എളുപ്പമല്ല എന്ന് നമുക്കറിയാം. ഇപ്പോ ഞാനിപ്പോ ആലോചിക്കണതേ നമ്മുടെ എൽസിഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യം ഓർമ്മയുണ്ടാവില്ല? എൽസിഡ് ഷെയർ പ്രൈസ് MRFിനേക്കാളും മേലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പൊ എൽസിഡ്. ഓക്കെ, 2 രൂപ 54 പൈസ, 8 രൂപ, 15 രൂപ, 2 രൂപ ഒറ്റയടിക്ക് വില 3,30,000 കയറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ഇവരുടെ ഷെയർ റണ്ണാവാണ്ടിരിക്കുകയായിരുന്നു, ആരും മേടിക്കാണ്ടിരിക്കുക, ട്രേഡിംഗ് ഒന്നും നടക്കാണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു അനോമലി പോലെ കിടക്കുകയായിരുന്നു. ആരും വിൽക്കണില്ല, വാങ്ങണില്ല. പക്ഷെ അവരുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്, ഒരു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര വലിയ എമൗണ്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഇപ്പം ഇങ്ങനെ അനോമലി പോലെ കിടക്കുന്ന കമ്പനികൾ, അതായത് സാധാരണ വ്യക്തിക്ക് നിരക്കാത്ത പോലെ ഉള്ള കമ്പനികൾ അത് ഇനിയും ഉണ്ടാവില്ലേ? അങ്ങനത്തെ കുറച്ച് കമ്പനികളെ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സ്ക്രീനറിൽ ഒരു സാധനം ഉണ്ടാക്കി നോക്കിയതാ. അതായത് പ്രൈസ് ടു ബുക്ക് വാല്യൂ, അല്ലെങ്കിൽ വാല്യൂവിന്റെ കാര്യം എടുക്കാം. പ്രൈസ് ടു ബുക്ക് വാല്യൂ, പ്രൈസ് ബുക്ക് വാല്യൂക്ക് നോക്കുകയാണെങ്കിൽ എത്ര ഇട്ടു? ഒരു ലെസ് ദാൻ 1 ഇടാം. ഈ എൽസിഡി പോലത്തെ കമ്പനികൾ വരണല്ലോ, ലാഭമുള്ള കമ്പനികളാവണല്ലോ. അപ്പോൾ EPS ഒരു ഗ്രേറ്റർ ദാൻ 1 ഇടാം. മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല കമ്പനികൾ കിട്ടണമെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് ഗ്രേറ്റർ ദാൻ 100 കോടിയെങ്കിലും വേണം. ഏതെങ്കിലും കമ്പനികൾ ഉണ്ടോ നോക്കാം. റൺ ചെയ്തു 213 കമ്പനികളുണ്ട് ഇങ്ങനത്തെ. അതിലിപ്പോ EPS 10 രൂപ തുടങ്ങിയിട്ട് ഉള്ള കമ്പനികളുണ്ട്. ഫസ്റ്റ് ഇപ്പൊ എൽസിഡി എടുക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത് എടുക്കുന്ന കമ്പനിയാണ് ബോംബെ ഓക്സിജൻ. ഇവരുടെ കാര്യം PE റേഷ്യോ 6.09, 434 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എടുക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, ക്വാർട്ടർ ഉണ്ട്, ഫസ്റ്റ് ക്വാർട്ടർ ഉണ്ട്, ROC ഉണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ടു ബുക്ക് വാല്യൂ 0.83. ഇത് ഭയങ്കര നല്ല ഒരു കാര്യമാണ്. അതായത് ആ കമ്പനിയുടെ വില 28,996 ഉണ്ടെങ്കിലും അതിനേക്കാളും 28,996 ഡിവൈഡഡ് ബൈ 0.83, 0.83 ഏതാണ്ട് 34,924 അതിന്റെ ബുക്ക് വാല്യൂ വരുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അതിന്റെ സിനാരിയോ. കൂടുതലാണ്, ഭയങ്കര കൂടുതൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വെറുതെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഒന്ന് ഞെക്കി നോക്കാം, അതിനൊന്ന് സോർട്ട് ചെയ്ത് നോക്കാം. പോട്ടാർ പിഗ്മെന്റ്സ് ഏറ്റവും ലോവസ്റ്റ് വരെ സുവാരി ഇൻഡസ്ട്രീസ് വല്ല കേൾവിയുള്ള കമ്പനിയാണോ എന്നുള്ളതാണ് ഇതിന്. കല്യാണി ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ആണ്. എൽസിയുടെ അതിൽ എടുക്കുന്നുണ്ട്, റൈറ്റ് കോം, ഗാന്ധി, ജിൻഡാൽ കിടക്കുന്ന ഒരു ആൾക്കാരാണ്. ഇതൊന്നും കേൾവിയുള്ള കമ്പനി ഇല്ലേ, പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇവരെന്താണ്, ഇത് അനോമലീസ് ആണ്. ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല, എന്നിട്ട് ഇങ്ങനെ ഉണ്ടായി. ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. പക്ഷെ ഇതിനൊന്നും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും മാർക്കറ്റ് എന്താ പറയാ, റണ്ണാവില്ല ഇതൊന്നും. ഏതിലും റണ്ണാവില്ല, വോളിയം ഓഫ് ട്രേഡ് ഒന്നും ഉണ്ടാവില്ല. ട്രേഡിങ് വോളിയം കൂടി വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് വോളിയം ഗ്രേറ്റർ ദാൻ
ചെറിയ റൺ ചെയ്യുന്ന മാർക്കറ്റ് ഇതുള്ള കമ്പനികളാണ്. നടക്കും, ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നൈസായിരിക്കും. യെസ്. 131 രൂപയ്ക്ക് EPS. മാർക്കറ്റ് പ്രൈസ് ബുക്ക് വാല്യൂ 0.3 ഇതൊക്കെയാണ് നടക്കണേ. ലാഭം കുറവാ, നഷ്ടം ചെറുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. പ്രോഫിറ്റ് എന്താ ഇടിയുണ്ട് എന്തായാലും. ലാഭം തന്നെയാണെങ്കിൽ പ്രോഫിറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1279 കോടി. ഈ 0.59 4010 രൂപ. എന്താണ് ആ കമ്പനിയുടെ അവസ്ഥ? എൻ്റെ ദൈവമേ, 5% വെച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൺ ഡെപ്പോസിറ്റ് അഗൈൻസ്റ്റ് NBFC ആണത്. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നോക്കി കണ്ടുപിടിക്കാം ഡീറ്റെയിൽസ്. ആരാ വീട്ടുകളികൾ കമ്പനിയൊന്നുമില്ല. ജിൻഡാൽ പോളി ഇൻവെസ്റ്റ്മെന്റ് എല്ലാ NBFC-കളാണ്. പവർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. എനർജി സെയിൽസ് 97%. വലിയ ടീമാണ് അവർ. ജിൻഡാൽ സ്റ്റീലൊക്കെ ചെയ്യുന്നത് ജിൻഡാൽ തന്നെയാണ് തോന്നുന്നുണ്ട് ഇവര്. തൽക്കാലം ഇതൊക്കെ പക്ഷെ അതല്ല തോന്നുന്നു. 819 കോടിക്കാണ് ആകെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാണുന്നുള്ളൂ. സ്റ്റോക്ക് പിയർ റേഷ്യോ ഭയങ്കര കുറവാണ്. കമ്പനികളുടെ പിയർ കമ്പനികൾ ആരൊക്കെയായിരിക്കും? ലാഭമൊന്നും കൊടുക്കണില്ല, ടാക്സ് അടയ്ക്കണില്ല. അതർ ഇൻകാണ് 362 കോടി. ആഹാ, എത്ര ലാഭം ഉണ്ട് അതിൻ്റെ ഓർക്ക്? നെറ്റ് പ്രോഫിറ്റ് 139 കോടി അല്ലേ? ബുക്ക് വാല്യൂ ഉണ്ട് 2613 രൂപ. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി സെയിം. അതിൻ്റെ അർത്ഥം എന്താ? ഡെറ്റ് ഉണ്ടാവില്ലായിരിക്കും. അതർ ഇൻകം 362 കോടി. 189 കോടി എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഫിഗർ അല്ല ആയിരിക്കും അവരുടെ പ്രശ്നം. ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാകുന്ന കപ്പിച്ച കാശുള്ള 8 കോടിയൊക്കെ ഉള്ളു. ഇതിന്റെ അത്ര എക്സ്പെൻസ് ഇല്ല, ഒക്കെ ലാഭം. ഇതൊക്കെ എന്തൊക്കെയോ കളികൾ, ദുരൂഹതകളാണ് മണക്കാൻ. പ്രശ്നമാണൊക്കെ ഈ പറഞ്ഞതൊന്നും ചെയ്യണം. ഇത് യുക്തിയില്ല എന്ന് മേടിക്കണേല്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഇങ്ങനെ ഞാൻ അനോമലികളെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ വെറുതെ ഒരു പെന്നി സ്റ്റോക്ക് ഇതൊക്കെ മേടിക്കുന്നതിനേക്കാൾ ഭേദമാണിത്. കാരണം കമ്പനി പൂട്ടി പോയി, കമ്പനിയുടെ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ള പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് നല്ലതായിരിക്കും. മഹാരാഷ്ട്ര APX JSW. JSWന്റെ എന്തെങ്കിലും ഭയങ്കര കൂടുതലാണ്. മാർക്കറ്റ് ക്യാപ്പ് അതത് അവരുടെ തന്നെ 9525 കോടിയൊക്കെ ഉണ്ട്. നല്ലോണം ഉണ്ട്. GE ഷിപ്പിംഗ് ഇവരെ ഞാൻ കുറച്ച് നാൾ മുമ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷിപ്പിംഗ് കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, ലാഭത്തിരി കുറഞ്ഞെന്നുള്ളൂ. സെയിൽസ് ഉണ്ട്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ട്. രണ്ട് മാർക്കറ്റ് പ്രൈസ് ബുക്ക് വാല്യൂ, അതായത് ബുക്ക് വാല്യൂ മാർക്കറ്റ് പ്രൈസ് ഏതാണ്ട് ഒന്നിനോട് അടുപ്പിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇത്രയൊക്കെ തന്നെ, ഇപ്പോഴത്തെ വിലയിൽ മേടിക്കുന്ന അത്ര തന്നെ എന്തുണ്ട്, ബുക്ക് വാല്യൂ ഉണ്ട്. അയ്യോ പോയ ഈ ഷിപ്പിംഗ് കമ്പനി ഞാനത് നല്ല വിലയിൽ മേടിച്ചതന്നെ. അത്
ഇൻഡിക്കേറ്റർ നോക്കിയിട്ടില്ല ഞാൻ. ഷിപ്പിംഗ് ബിസിനസ്സിൽ ഒന്ന് അതിനാണത് ജിയോ ഷിപ്പ്. ആ 8 ഷെയർ ഉള്ളൂ അല്ലേ? കുഴപ്പമില്ല. ഞാൻ നല്ല നഷ്ടത്തിലായിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ടോട്ടൽ ഇതിൽ 5.5% ലോസാണ്. വി ഷിപ്പിംഗ് ഗുജറാത്ത് ടൂൾ റൂം ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ജി ഷിപ്പിംഗ് 30% ഇടിഞ്ഞേക്കണത്. ഞാൻ 1354 മേടിച്ചതാ. ഇതിൻ്റെ ഈ ഇൻഡിക്കേറ്ററുകൾ വെച്ചിട്ട് ഇതൊരു പ്രശ്നബാധിതമല്ലാത്ത കമ്പനിയാണ്. പിന്നെ നമ്മൾ ഈ ജി ഷിപ്പിങ്ങിൻ്റെ എന്ത് ചെയ്യണം? ഷിപ്പിംഗ് ഷെയർ ന്യൂസ് എന്നടിക്കുക. ഇത് ഒരു വന്നിട്ട് വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽത്തി ഏണിങ്സ് ബട്ട് ദർ ആർ സമയത്ത് സിംപ്ലി വാച്ച് മിൻറ്റ് നല്ല ചാനലായതുകൊണ്ട് ബയ്യിങ് കരുതി മേടിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഷിപ്പിംഗ് സ്റ്റാഫ് 19% ഷിപ്പിംഗ് ഹിറ്റ് റെക്കോർഡ് ഹൈ ചെക്ക് വൈ. കഴിഞ്ഞ കൊല്ലം പകുതിയിലുള്ള ന്യൂസാണ്. ഒരു മാസം മുമ്പാണ് ഈ ഷിപ്പിംഗ് കമ്പനിയുടെ കാര്യങ്ങൾ പറയണം. അപ്പം അതർ ഫാക്ടേഴ്സ് ടു ബി അവെയർ ഓഫ്. കണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, വെറുതെ ആവില്ലല്ലോ ഇത്രയും നല്ല ഇൻഡിക്കേറ്ററുകളും. അപ്പം കാര്യം മാർക്കറ്റ് ഡിസ്കൗണ്ട് സേവ് ചെയ്തിരുന്നതാണല്ലോ. ചേട്ടാ ഞാൻ കഴിഞ്ഞ് ബാക്കി കാശടയ്ക്കാം. എന്തൊക്കെയാണെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ പിന്നെ പോവാം. ഷെയറൊക്കെ മേടിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ആലോചിക്കുക. 39 കപ്പൽ, 26 ടാങ്കർ, 13 ഡ്രൈ ബൾക്ക് കാരിയർ, ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടറൽ ഷിപ്പിംഗ് കമ്പനിയാണ് അവർ. പിന്നെ ഈ കമ്പനികളെ കുറിച്ചിട്ട് അവരുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഇൻവെസ്റ്റേഴ്സിൽ പോയിട്ട് ഇൻവെസ്റ്റർ പ്രസന്റേഷൻ എന്ന് പറഞ്ഞ സാധനം ഇത് നോക്കിയാൽ ഇവർ ഈ ഷെയർ വാങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു പരസ്യം പോലെയാണ് ഉണ്ടാവുക. പക്ഷെ ഇങ്ങനെയൊന്നുമില്ല, നല്ല ഭംഗിയിലുണ്ടാവാറുണ്ട്. നല്ല കമ്പനികളുടെ നല്ല ഭംഗിയിലുണ്ടാവാറുണ്ട്. വേറൊരു സെറ്റപ്പ് ആട്ടാ, ഇങ്ങനെയൊന്നല്ല ഇരിക്കാറ്. ഇതിൻ്റെ എന്തോ സർക്കുലർ ആയിരുന്നു. അപ്ഡേറ്റ്സ് പ്രസന്റേഷൻ, അപ്ഡേറ്റഡ് ഇൻവെസ്റ്റർ ഉണ്ടാ. നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞില്ലേ. 48 തുടങ്ങിയതാണ്. ലിബർട്ടി ഷിപ്പ് മേടിച്ചിട്ട് പുറത്തുനിന്ന് എന്തൊക്കെയോ മേടിച്ചു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 25% ഷെയർ ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് 30%, പബ്ലിക്കിന് 25%, ഗവൺമെന്റ് 20%. ബൾക്ക് ലോജിസ്റ്റിക്സ്, ഡ്രില്ലിംഗ്, ക്രൂഡ് കാരിയർ, നമ്പർ ഓഫ് ഷിപ്പിംഗ് ഭയങ്കര ലാഭമാണെന്ന് കേട്ടിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് നഷ്ടത്തിലാണ് ഓടുന്നത്. ഡെറ്റ് എക്സ്പാൻഷൻ, ഡെറ്റ് റിഡക്ഷൻ, ഡെറ്റ് റിഡ്യൂസ് ചെയ്യേണ്ടതാണ്. ROE, ROC ഇതൊക്കെ ഉള്ളതാണ്. ആവറേജ് 10-13 ബിറ്റ. വല്ലാണ്ട് കൂടി തുടങ്ങി. അങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ നോക്കി 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 ഇങ്ങനൊരു കമ്പനി ഉറപ്പിച്ചു. ബി ഷിപ്പിംഗ് ഇപ്പോഴും നല്ല വാങ്ങാവുന്ന ഒരു കമ്പനിയാണ്. സംഭവം ഒരു അനോമലിയാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മേടിച്ച് അടിപൊളിയൊന്നുമില്ല. ഇത് മേടിച്ച് അടിപൊളിയാവാൻ സാധ്യതയൊന്നുമില്ല. ചിലപ്പോൾ നശിക്കും. പക്ഷെ ഇതൊക്കെ കളികൾ നടക്കുന്നുണ്ട്. ഇതിന്റെ വിലയൊക്കെ ഒരു കാലത്ത് ആയക്കാലത്ത് ആയക്കാലൊന്നുമില്ല, 2024 തന്നെ 10,000 1940 വരെ എത്തിയിട്ടുണ്ടായിരുന്നു.
ഏതാണ്ട് ഈ പ്രൈസിൽ മേടിച്ചേക്കണം. എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമാണ് ഇവരുടെ വിലയൊക്കെ ഇടിഞ്ഞേക്കണേ. പക്ഷെ ഇപ്പൊ മേടിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് നല്ലതായിരിക്കണം. മാർക്കറ്റ് ക്യാപ്പ് നോക്കി ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ് ജിയോ ഷിപ്പിംഗ്. പി റേഷ്യോയും കുറവാണ്. ലാഭം ഇവരുണ്ടാക്കുന്നുണ്ട്. സെയിൽസ് ഉണ്ട്. ഇക്കോണമിക് ക്യാപിറ്റൽ എംപ്ലോയിഡ് നന്നായിട്ടുണ്ട്. IVR ഉണ്ട്. EPS ഉണ്ട്. മേടിച്ചിട്ടാ കൊള്ളാം. മേടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ ഈ ലിസ്റ്റിലുള്ള അനോമലികൾ വെച്ച് ഉള്ള ഏറ്റവും നല്ല കമ്പനി നോക്കിയാലോ. ONGC, ബാങ്ക് ഓഫ് ബറോഡ. ഇവർക്കും എന്തൊക്കെയോ കളികളുണ്ടല്ലോ. പറഞ്ഞിട്ട് മാർക്ക് എൻ്റെ പൊന്നെ. ONGCക്കൊക്കെ മാർക്ക് ബുക്ക് വാല്യൂനേക്കാളും കുറവാണ് മാർക്ക്. കാൺ ബിലീവ് ഇറ്റ്. യെസ്. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് എങ്ങനെയാണല്ലേ. ബാങ്കിങ് സെക്ടറുകൾക്ക് അങ്ങനെയാണെങ്കിലും വലിയ അതിശയില്ല. കാരണം അവർക്ക് വലിയ എഫക്റ്റ് ഇല്ലെങ്കിലും എങ്ങനെയാണ് അവർ കൂടണേ. തേയിലൊക്കെ LIC കേട്ടുകളിലുള്ള കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുമ്പോൾ കിട്ടി ONGC. ഇങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ നോക്കുമ്പോൾ നല്ലതാണ്. ഉണ്ട്. പക്ഷെ ലാഭമൊക്കെ നോക്കി സ്റ്റഡിലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് വിപ്ലവം വരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു ഇൻഡസ്ട്രിയിൽ ഭാവിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും ഇപ്പോഴുള്ള സാധനങ്ങൾ ഓടണ വരെ ശ്രദ്ധിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒക്കെ ഉണ്ട് ഇതിൽ. 5.5 എന്നുള്ള മാർക്കറ്റ് ക്യാപ്പ്. അതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളല്ലാണ്ട് ഞാൻ ഫണ്ടമെന്റലി കമ്പനി സ്ട്രോങ് ആണല്ലോ എന്ന് വെച്ച് മേടിച്ചിട്ടുണ്ട്. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് മേടിച്ചിട്ടുണ്ട്. ഷിപ്പിംഗ് മേടിച്ചിട്ടുണ്ട്. സെയിലുണ്ട്. ONGC ഒക്കെ എൻ്റെ ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ മേടിക്കാം. പക്ഷെ നമുക്ക് ഇങ്ങനെ സേവ് ദിസ് കൊറി. ബുക്ക് വാല്യൂ കിങ്സ്. ഇതൊക്കെ ഒരു ജംസ് എന്നിടാം. മുത്ത്. Benefited even if the company is wound up now. സത്യാണല്ലോ. പിന്നെന്താ ഓളി മരിയൊന്നും ഇടാം. എടുക്കട്ടെ. ഓരോന്നും ഉണ്ടാക്കിയതല്ലേ. സേവ് കൊറി. ബ്യൂട്ടിഫുൾ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ കണ്ടുപിടിക്കുക. ഞാനിങ്ങനെയൊക്കെയാണ് വെറുതെ ആലോചിച്ചിരുന്ന് ബോറടിക്കുമ്പോൾ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാറുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഒരു കഴിവ് വെച്ച് കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെ അതെല്ലാം അടിച്ച് അതുപോലെ LCD പോലെയൊക്കെ ആയി ഭയങ്കരമായിട്ട് വളർന്ന് വലിയ നിലയിലെത്തിയ നമുക്ക് ആകെ ഒരു കോടിയാക്കാം. ഇങ്ങനത്തെ എന്തെങ്കിലും വഴികളാണ് ഞാൻ നോക്കിയിട്ട് കാണാനുള്ളത്. ന്യായമായ രീതിയിൽ തന്നയ്ക്ക് ഒരേ ബേസിക് ആയിട്ട് തന്നയ്ക്ക് വളർന്ന് അങ്ങനെ ആവുന്നുള്ളൊരു പ്രതീക്ഷയില്ല. ഇങ്ങനെയൊക്കെ വളരുമായിരിക്കും. ഒക്കെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതൊക്കെയാണ് ഇനി വഴി. അല്ല ഇത് ചെയ്ത് വളർന്ന് കാശ് വരാൻ സാധ്യതയില്ല. പക്ഷെ ഇതൊക്കെ കളികളുണ്ട്. നമ്മള് മാർക്കറ്റൊക്കെ ഭയങ്കര പക്കയാണ്, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പോലെയല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ഇപ്പോഴും റണ്ണാവുന്നുണ്ട്. പിന്നെ എല്ലാ വേറെ അതർ ഫാക്ടറികൾ ഉണ്ടാവാം. പക്ഷെ ജനറലി സ്പീക്കിംഗ് ഏത് സിംപ്ലിസ്റ്റിക് ടേമിൽ ആലോചിച്ച പോലും ഭയങ്കര എളുപ്പമായിട്ട് ഭയങ്കര ഈസി ആയിട്ട് നടക്കാവുന്ന പോലെയല്ല പല കാര്യങ്ങളൊക്കെ എടുക്കണം. ഇതിപ്പോഴും ഉണ്ട്. എത്ര ആയിരക്കണക്കിന് കമ്പനികളാണ് ബോറടിക്കുമ്പോൾ ഇങ്ങനെ ഓരോ സ്ക്രീനർ ആപ്പുകളോ പിക്കർ ടൈപ്പിലൊക്കെ ഇങ്ങനെ ഓരോ സ്ക്രീനുകളൊക്കെ ഉണ്ടാക്കി ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് ഓരോ ഷെയറുകൾ കണ്ടുപിടിക്കലാണെങ്കിൽ വഴിയുള്ളൂ.
പറയാൻ പറ്റില്ല, അങ്ങനെ രക്ഷപ്പെട്ടാലോ ബിരിയാണി കൊടുക്കണ്ടെങ്കിലും. ടാറ്റ ഗായ്സ്, ബൈ. പിന്നെ ബുക്കുകൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ എന്താ വെറൈറ്റി അടിച്ച് ടൈപ്പിംഗ് ചെയ്യാൻ തുടങ്ങി. ടൈപ്പിങ്ങിൻ്റെ സ്പീഡ് കൂട്ടണം CCAയുടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ടൈപ്പ് ചെയ്യണതിൻ്റെ സ്പീഡ് കൂട്ടിയാലാണ്, കാരണം നമുക്ക് കീബോർഡ് നോക്കാണ്ട് ടൈപ്പ് ചെയ്യാനുള്ള കഴിവ് ഇല്ല. അപ്പോൾ പിന്നെ വേർഡ്സ് പെർ മിനിറ്റ് ഒരു 29-30 ആവണമെന്ന് അതായത് കൂട്ടാൻ പറ്റണം. പിന്നെ ഇന്നിപ്പോൾ കുറച്ച് പിള്ളേരുടെ ഡൗട്ടുകളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുകയായിരുന്നു. നാളെ ഫൗണ്ടേഷൻ അക്കൗണ്ട്സിൻ്റെ പരീക്ഷ ഉണ്ട്. അത് ഒരു പറഞ്ഞ ഇന്ന് തന്നെ 2 മണിയിൽ സെറ്റ് ചെയ്യണം. എല്ലാ കല്യാണം ഉറപ്പിക്കലുണ്ട്. ഇവിടെ എൻഗേജ് എനിക്ക് അധികം പോകാൻ പറ്റുന്നില്ല. പിന്നെന്താ, ഓരോ വീഡിയോ അല്ലാണ്ട് രണ്ടായി പോയി. നമ്മൾ ഈ അനലൈസ് ചെയ്യാനിരുന്ന് ഞാൻ അവിടെ ഇരുന്ന് പോയി. ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണിച്ചു തരാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് കൂടിപ്പോയി, ഇത് മുഴുകിപ്പോയി. നേരെ ഫാൻ മേടിച്ച് വെച്ചോ, കയ്യിലിരിക്കട്ടെ. അപ്പോൾ ഗായ്സ്, ടാറ്റാ, ബൈ, സീ യു.